കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. 4-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകമാണിത്. അഷ്ടാംഗയോഗത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ ഉള്ളത്. ഇവയും ഭക്തിയും പരസ്പര പൂരകങ്ങളാണ്. വ്യാധിപീഡ തീർക്കുന്നത് ഭക്തിക്ക് എങ്ങനെ ഉപകാരമാകുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എനിക്ക് നിന്തിരുവടിയുടെ ഭജനത്തിന് ഉതകുന്ന തരത്തിലുള്ള ആരോഗ്യത്തിൽ മാത്രമേ അപേക്ഷയുള്ളൂ. ഇത് നിശ്ചയമാണ്. വിഷയ സുഖങ്ങളെ അനുഭവിപ്പാനുള്ള ആഗ്രഹം മൂലമല്ല ഞാൻ ആരോഗ്യത്തെ ഉണ്ടാക്കിത്തരണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. മറിച്ച് ഭക്തിയോഗത്തിൻ്റെ അംഗങ്ങളായ യമനിയമം തുടങ്ങിയ 8 യോഗമാർഗങ്ങളെ വഴിപോലെ അനുഷ്ഠിച്ച് ഭക്തിയുടെ ഫലമായ നിന്തിരുവടിയുടെ പ്രസാദത്തെ വേഗം തന്നെ സമ്പാദിപ്പാനാണ്. അതിനാൽ അതിനു വേണ്ടിയിടത്തോളം ആരോഗ്യം തന്ന് എന്നെ ഒരു ഉത്തമ ഭക്തനാക്കണമേ എന്നാണ് കവി ഇവിടെ പറയുന്നത്. കല്യതാം മമ കുരുഷ്വ താവതീം കല്യതേ ഭവതുപാസനം യയാ സ്പഷ്ടമഷ്ടവിധ യോഗചര്യയാ പുഷ്ടയാശു തവ തുഷ്ടിമാപ്നുയാം. ബ്രഹ്മചര്യദൃഢതാതിഭിർയമൈഃ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. 4-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണിത്. ഇതിലെ ഓരോ ശ്ലോകത്തിൻ്റെയും വ്യാഖ്യാനം പല മഹാന്മാരും ചെയ്തിട്ടുള്ളതാണ്. അത് എല്ലാം മനസ്സിലാക്കാനും അതിവിടെ പറയാനും വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും വളരെ ചുരുക്കി എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത്. അതായത് അഷ്ടാംഗയോഗത്തിലെ ആദ്യത്തെ 3 അംഗങ്ങളായ യമം, നിയമം, ആസനം ഇവയെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത്. കവി പറയുകയാണ്, ഈ ഞങ്ങൾ ഭക്തന്മാർ ബ്രഹ്മചര്യം മുതലായ യമങ്ങളെയും സ്നാനം, കുളി തുടങ്ങിയ നിയമങ്ങളെയും വഴിപോലെ ചെയ്ത് മനസ്സിനും ശരീരത്തിനും ശുദ്ധി തേടേണ്ടതാണ്. പിന്നീട് അവരവരുടെ ശരീരസ്ഥിതി, ആരോഗ്യം അനുസരിച്ച് സുഖഹേതുവായി തോന്നുന്ന ആസനങ്ങളെ, അതായത് പത്മാസനം, വീരാസനം തുടങ്ങിയ ആസനങ്ങളെ അഭ്യസിച്ച് അവയിൽ സ്ഥൈര്യം സമ്പാദിക്കേണ്ടതാണ്. ഇങ്ങനെ യോഗാംഗങ്ങളെ ഭക്തിയോഗത്തിന് സഹായകമാകത്തക്കവണ്ണം പരിശീലിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്രഹ്മചര്യ ദൃഢതാതിഭിർയമൈഃ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ
ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലഃ. ഇന്ദ്രിയാണി വിഷയാദതാബൃഹത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ. 4-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണിത്. അഷ്ടാംഗ യോഗത്തിലെ പ്രാണായാമവും പ്രത്യാഹാരവുമാണ് ഈ ശ്ലോകത്തിലെ വിഷയം. പ്രാണായാമം ചെയ്യുന്നത് പ്രണവ ധ്യാനത്തോടെ വേണമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യാഹാരം ഇതോടൊപ്പം സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ പ്രാണായാമം എന്നത് പ്രണവാഭ്യാസത്തോടു കൂടിയ ശ്വാസ നിയന്ത്രണമാണല്ലോ. പ്രണവം, ഓങ്കാരത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്വാസ നിയന്ത്രണം നടത്തുക. അപ്പോൾ പ്രണവത്തെ എപ്പോഴും മനസ്സിൽ സൂക്ഷ്മമായി ഭാവന ചെയ്ത് ക്രമമായി ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിച്ച് മനോമാലിന്യമകന്നവരായി ഇന്ദ്രിയങ്ങളെ അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച്, ഓരോ ഇന്ദ്രിയങ്ങളും അവരുടെ തനതായ വിഷയങ്ങൾ, ഇപ്പോൾ കണ്ണിന് പുറമേയുള്ള കാര്യങ്ങൾ കാണുക, മൂക്കിന് മറ്റ് മണം ശ്വസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം പിൻവലിച്ച് ധ്യാനാദി രൂപമായ ഭവൽ സേവയിൽ, അതായത് അവയെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞ് ഭഗവാനെ തന്നെ പ്രാപിക്കുക എന്നുള്ള ആ ഒരാശയമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ധ്യാനാദി രൂപമായ ഭവൽ സേവയിൽ താല്പര്യമുള്ളവരായി ഞങ്ങൾ ഇരിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലഃ. ഇന്ദ്രിയാണി വിഷയാദതാപഹൃത്യാസ്മഹേ ഭവദുപാസനോന്മുഖാഃ. അസ്ഫുടേ ബഹുഷി തേ പ്രയത്നതോ ധാരയേമ തിഷണാം മുഹുർമുഹു. തേന ഭക്തിരസമന്തരാർദ്രതാം ഉദ്വഹേമ ഭവദംഘ്രിചിന്തകാഃ. 4-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണിത്. അഷ്ടാംഗയോഗത്തിലെ 6-ാമത്തെ അംഗമായ ധാരണ ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ പ്രത്യാഹാരം കൊണ്ട് അന്തർമുഖങ്ങളായി ചിത്തത്തിൽ ലയിച്ചു കഴിഞ്ഞ് ചിത്തത്തെ എവിടെയെങ്കിലും ഉറപ്പിക്കണം. സഗുണമായ ചിത്തത്തെ നിർഗുണമായ ബ്രഹ്മത്തിൽ ഉറപ്പിക്കാൻ എളുപ്പമല്ല. സഗുണമായ ഭഗവത് രൂപത്തിൽ ഉറപ്പിക്കുന്നത് താരതമ്യേന എളുപ്പവുമാണ്. അതിനും അഭ്യാസം കൂടിയേ തീരൂ. അങ്ങനെ സഗുണരൂപത്തെ ഉപാസിക്കുന്ന ഞങ്ങളെ, ഭക്തന്മാരെ, കാലക്രമത്തിൽ അവ്യക്തമായ നിന്തിരുവടിയുടെ നിർഗുണ സ്വരൂപത്തിൽ മനസ്സ് ഉറപ്പിപ്പാൻ ശക്തരാക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയായാൽ അങ്ങയുടെ പാദപത്മങ്ങളെ തന്നെ ചിന്തിക്കുന്ന ഞങ്ങൾ ഭക്തിയുടെ ആനന്ദത്തെയും മനസ്സിൻ്റെ ലയത്തെയും ധരിക്കുന്നവരായി ഇരുന്നു കൊള്ളാം.
अस्फुटेव पुषि ते प्रयत्नतो धारयेम हिषणां मुहुर्मुहुः तेन भक्तिरसमन्दरार्द्रतामुद्वहेम भवदङ्घ्रिचिन्तकाः विस्फुटावयवभेद सुन्दरं त्वद्वपुः सुचिरशीललाभशात् आश्रमं मनसि चिन्तयामहे ധ്യാനയോഗ നിരതാസ്ത്വദാശ്രയാഃ. 4-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണിത്. അഷ്ടാംഗയോഗത്തിലെ 7-ാമത്തെ അംഗമായ ധ്യാനത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആദ്യം സഗുണോപാസനവും അതിനുശേഷം നിർഗുണോപാസനവുമാണ് ക്രമമായി പ്രാപ്തമായിട്ടുള്ളത്. കവി ഇങ്ങനെ പറയുന്നു: അങ്ങയെ ആശ്രയിച്ചവരും ധ്യാനയോഗത്തിൽ താല്പര്യമുള്ളവരുമായ ഞങ്ങൾ ഭക്തന്മാർ വിസ്ഫുടമായ അല്ലെങ്കിൽ സ്പഷ്ടമായ അവയവ ഭേദങ്ങൾ പ്രകാശിക്കുന്നതും പരമസുന്ദരവുമായ, അതായത് 2-ാം ദശകത്തിലെ ഭഗവാന്റെ രൂപവർണ്ണന നമ്മൾ കേട്ടിട്ടുണ്ട്, സൂര്യസ്പർദ്ധി കിരീടം തുടങ്ങിയ ശ്ലോകങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ള അവിടുത്തെ വിഗ്രഹത്തെ ധ്യാനിച്ച് വളരെ കാലത്തെ പരിശീലനം കൊണ്ട് പ്രയാസം കൂടാതെ മനസ്സിൽ ചിന്തിച്ചു തുടങ്ങും. വിസ്ഫുടാവയവഭേദ സുന്ദരം ത്വദ്വപുഃ സുചിരശീലനാവശാത് ആശ്രമം മനസി ചിന്തയാമഹേ ധ്യാനയോഗനിരതാ സ്ത്വദാശ്രയാഃ. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷന്മധുരതാകൃതാത്മനാം സാന്ദ്രമോദരസ രൂപമാന്തരം ബ്രഹ്മരൂപമയി തേവപാസതേ. ഇവിടെ സമാധിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് സവികൽപ്പമായ സമാധിയുടെ വിവരണമാണ്. ഇപ്രകാരമുള്ള കലകളോടുകൂടിയ വിഗ്രഹത്തെ ധ്യാനിക്കുന്നവരും ഉന്മിഷന്മധുരതാകൃതാത്മനാം, അതായത് പ്രകാശമാനമായ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോട് കൂടിയവരും ആയിട്ടുള്ളവർക്ക് നിന്തിരുവടിയുടെ സാന്ദ്രമോദ രസരൂപം, നിറഞ്ഞ ആനന്ദമാകുന്ന സ്വരൂപത്തോടുകൂടിയ വിഗ്രഹമായ ബ്രഹ്മസ്വരൂപം പ്രകാശിക്കുന്നു. പരബ്രഹ്മരൂപം അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ സ്വരൂപം തന്നെ ബ്രഹ്മസ്വരൂപമായി കാണാൻ കഴിയും എന്ന് ചുരുക്കം. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷന്മധുരതാകൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവഭാസതേ. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുതാ
വാരഭേമഹി ച ധാരണാധികം. ഇവിടെ 4-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകമാണിത്. നിർവികൽപ്പ സമാധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിർവികൽപ്പ സമാധി എന്ന് വെച്ചാൽ മനുഷ്യനെ ചെന്നെത്താവുന്ന ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക പദവിയാണ്. നിർവികൽപ്പ സമാധിയിൽ ബ്രഹ്മസ്വരൂപം ഭേദമെല്ലാം തീർന്നാണ് സ്ഫുരിക്കുന്നത്. അതായത് ഇപ്പോൾ ജലത്തിൽ അലിഞ്ഞു ചേർന്ന ഉപ്പുവെള്ളം എങ്ങനെ തിരിച്ചറിയപ്പെടാതിരിക്കുന്നുവോ അപ്രകാരം സകല വികാരങ്ങളും ബ്രഹ്മത്തിൽ ലയിച്ചു പോയാൽ സത്ത മാത്രം പ്രകാശിക്കും. ആ നിലയിലുള്ള സ്ഫുരണത്തിൻ്റെ സ്ഥൈര്യം എളുപ്പത്തിൽ ഉണ്ടാവുന്നതല്ല. അല്പം നേരം ആ സ്ഫൂർത്തി ഉണ്ടായാൽ പിന്നീട് അതിൽ നിന്ന് ഭ്രംശവും വരാം. അതായത് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ചില പിളക്കം സംഭവിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രണ്ടാമതും ധാരണ, ധ്യാനം ഇതുകൾ വഴി സമാധി സ്ഥൈര്യത്തിനായി ശ്രമിക്കുകയും ചെയ്യാം. അതായത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഠിനമായ പരിശ്രമം ആവശ്യമായിരിക്കും. ഒരു മനുഷ്യനെ ചെന്നെത്താവുന്ന ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക പദവിയാണ് നിർവികൽപ്പ സമാധി. അതിലെത്താൻ പരാജയപ്പെട്ടാൽ ലജ്ജിക്കാനൊന്നുമില്ല. വീണ്ടും പരിശ്രമിക്കുക. അതായത് ഒന്ന് വീണ്ടും തുടങ്ങണം എന്നർത്ഥം. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപത്തിൽ ലയിച്ചു ചേരാൻ അത് മാത്രമേ മാർഗമുള്ളൂ. ഒരു ഭക്തന് അത് എളുപ്പം സാധിക്കും എന്നാണ് കവി നമ്മോട് പറയുന്നത്. തൽസമാസ്വദന രൂപിണീം സ്ഥിതിം തൽസമാധിമയി വിശ്വനായക ആശ്രിത പുനരത പരിച്യുത വാരഭേമഹി ച ധാരണാധികം. ഇത്തമഭ്യസന നിർഭരോല്ലസത്വത്പരാത്മ സുഖ കൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാ സഞ്ചരേമശുക നാരദാധിപത്. 4-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകമാണിത്. കഴിഞ്ഞ ശ്ലോകത്തിൽ നിരന്തരമായ അഭ്യാസം കൊണ്ട് സമാധിയിൽ സ്ഥൈര്യം സിദ്ധിക്കുമെന്ന് പറഞ്ഞു. ഇപ്രകാരം സമാധിയിൽ സ്ഥിരത സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഇളക്കം, ഒരു ഭ്രംശം വരുന്നതല്ല. ആ സ്ഥിരത തന്നെ, ആ സ്ഥൈര്യം തന്നെ ജീവൻ മുക്തി എന്ന് പറയുന്നത്. ഒരു ജീവൻ മുക്തന് സർവദാ എല്ലായ്പ്പോഴും ബ്രഹ്മാനന്ദാനുഭവം പ്രവാഹം പോലെ, ഒരു ഒഴുക്ക് പോലെ അനുഭവപ്പെടുന്നതാണ്. ഇതിലധികമായ ഒരു സുഖാവസ്ഥ വേറെ ഇല്ലാത്തതുകൊണ്ട് കവി അതിനെ ഒരു ഉത്സവ രൂപമായി തന്നെ വർണ്ണിച്ചിരിക്കുന്നു. ഈ ജീവൻ മുക്താവസ്ഥയിലും ഭഗവാനിലുള്ള ഭക്തി അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ മുക്തന്മാർ ആത്യന്തികമായി മുക്തി പ്രാപിച്ചവരെക്കാൾ പ്രശസ്തമായ നിലയിലാണ് ഇരിക്കുന്നത്. ആ നിലയിൽ
ശുഗമഹർഷി, നാരദ മഹർഷി മുതലായവർക്കൊപ്പം ഞങ്ങൾക്കും സഞ്ചരിക്കുവാൻ കഴിയണമേ, അതുപോലെ ആയിത്തീരണമേ എന്നാണ് ഇവിടെ കവി പ്രാർത്ഥിക്കുന്നത്. ഇത്തമഭ്യസന നിർഭരോല്ലസത്വത്പരാത്മസുഖ കൽപ്പിതോത്സവാക മുക്തഭക്തകുല മൗലിതാംഗത സഞ്ചരേമ ശുഗനാരദാധിപത്. ത്വൽസമാധിവിജയേതു യഃപുനർ മക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാ ശനൈഃ. 4-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകമാണിത്. അല്ലയോ അജ, അതായത് ജനനമില്ലാത്ത ഭഗവാനെ, അവിടുത്തെ സ്വരൂപത്തിലുള്ള സമാധി ഉറച്ചു കഴിഞ്ഞാൽ ഏതൊരാൾ വീണ്ടും ഉടൻ തന്നെയോ ക്രമമായോ മോക്ഷം നേടാൻ തൽപരനായിത്തീരുന്നതാണ്. അവൻ യോഗാദികൾ, അതായത് പ്രാണായാമങ്ങൾ തുടങ്ങിയവ കൊണ്ട് വശത്തായിത്തീർന്ന വായുവിനെ ഷഡാധാരങ്ങളോട് കൂടിയ സുഷുമ്നയിലൂടെ പതുക്കെ മുകളിലേക്ക് നയിക്കുന്നു. അതായത് സമാധി വിജയം നേടിയ ഒരാൾക്ക് താൻ വിചാരിക്കുന്ന സമയത്ത് മോക്ഷപ്രാപ്തി നേടാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ത്വൽസമാധി വിജയേതു യഃപുനർ മക്ഷുമോക്ഷരസികക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈഃ ഉന്നയത്യജ സുഷുമ്നയാ ശനൈഃ. ലിംഗദേഹമപി സന്ത്യജന്നതോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ ഊർധ്വലോകകുതുകീതു മൂർധത സാർത്ഥമേവ കരണൈർനിരീയത്തെ. 4-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകമാണിത്. യാതൊന്നിലും ആഗ്രഹമില്ലാതായവൻ സൂക്ഷ്മ ശരീരമെന്ന് പറയുന്ന മനസ്സ്, അഹങ്കാരം, ഇന്ദ്രിയങ്ങൾ എന്നിവയെപ്പോലും അപ്പോൾ തന്നെ വെടിഞ്ഞ് ബ്രഹ്മരൂപിയായ ഭഗവാനിൽ ലയിക്കുന്നു. അതായത് ഉടൻ തന്നെ മോക്ഷം ലഭിക്കുന്നു. ലോകാന്തരവാസം ആഗ്രഹിക്കുന്നവർ സൂക്ഷ്മ ശരീരത്തോടു കൂടി തന്നെ, അതായത് മനസ്സ്, ഇന്ദ്രിയങ്ങൾ മുതലായ കരണങ്ങളോടുകൂടി തന്നെ മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രത്തിലൂടെ പുറത്തേക്ക് നിർഗമിച്ച് രശ്മി മാർഗമായി ലോകാന്തരത്തിൽ ബ്രഹ്മലോകം, വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ മറ്റ് ലോകങ്ങളിൽ എത്തിച്ചേരുന്നു. ആ ലോകങ്ങളിലെ ആനന്ദമെല്ലാം അനുഭവിച്ച ശേഷം അവർക്ക് മുക്തി നേടാവുന്നതാണ്. ഇതാണ് ക്രമമുക്തി എന്നറിയപ്പെടുന്നത്. മറ്റു ലോകങ്ങളിൽ പോവാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഉടൻ തന്നെ മുക്തി ലഭിക്കും. അല്ലാത്തവർ ഈ ലോകാന്തരങ്ങളിലെ ആനന്ദം ഒക്കെ അനുഭവിച്ച ശേഷം ക്രമമായി അവർക്ക് ആവശ്യമുള്ളപ്പോൾ, അവർക്ക് തോന്നുന്ന നേരത്ത് മുക്തി നേടാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും. ലിംഗദേഹമപി സന്ത്യജന്നതോ ലീയത്തെ ത്വയി പരേ നിരാഗ്രഹ
ഊർധ്വലോകകുതുകീതു മൂർധത സാർത്ഥമേവ കരണൈർ നിരീയതേ. അഗ്നിപാസരവളർഷ പക്ഷകൈ ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്ത മീയതേ. 4-ാം ദശകത്തിലെ 11-ാമത്തെ ശ്ലോകമാണിത്. ഈ ദശകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശ്വസിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ പ്രയാസമേറിയതാണ്. പക്ഷേ പുരാണങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് വിവക്ഷയുണ്ട്. അതാണ് നാരായണീയത്തിലും ഭട്ടതിരി പറഞ്ഞിരിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ക്രമമുക്തിയെ പറ്റി പറഞ്ഞു. അങ്ങനെ ക്രമമുക്തിക്ക് അർഹനായി തീർന്ന യോഗിയായ ഭക്തനെ അഗ്നി, അഹസ്, ശുക്ലപക്ഷം, ഉത്തരായണം ഇവയുടെ അധിഷ്ഠാതാക്കളായ ദേവന്മാർ ആദിത്യ ലോകത്തേക്കും പിന്നീട് ധ്രുവ ലോകത്തേക്കും നയിക്കുന്നു. ഭക്തൻ ആ ലോകങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും അവിടെ വസിക്കുമ്പോഴും ഭഗവാനെ അനന്യ മനസ്സായി ധ്യാനിച്ച് പരമാനന്ദം അനുഭവിക്കുന്നതാണ്. അതിനുശേഷം ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അഗ്നിവാസര വളക്ഷപക്ഷകൈഃ ഉത്തരായണജുഷാ ച ദൈവതൈഃ പ്രാപിതോ രവിപദം ഭവത്പരോ മോദവാൻ ധ്രുവപദാന്തമീയതേ. ആസ്ഥിതോഥ മഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദമദ പുരൈവ. 4-ാം ദശകത്തിലെ 12-ാമത്തെ ശ്ലോകമാണിത്. ക്രമമുക്തിക്ക് അർഹനായി തീർന്ന യോഗിയായ ഭക്തനെ ധ്രുവപദത്തിൽ എത്തുന്നത് വരെയുള്ള ഗതി മുൻ ശ്ലോകത്തിൽ നമ്മൾ കാണുകയുണ്ടായി. തുടർന്നുള്ള ഗതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വഴി തിരഞ്ഞെടുക്കാൻ ജീവാത്മാവിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ധ്രുവപദത്തിൽ നിന്നും പിന്നീട് മഹർ ലോകത്തിലെത്തുന്ന ഭക്തൻ ജീവാത്മാവ് ഭൃഗു നാരദാദികളായ മഹാന്മാരുടെ കൂടെ കഴിയാൻ സാധിക്കും. അവിടെ ആദിശേഷന്റെ മുഖത്തു നിന്നും ഉണ്ടാകുന്ന പ്രളയാഗ്നി ലോകങ്ങളെ ദഹിപ്പിക്കാൻ തുടങ്ങുമ്പോഴോ അതിനു മുമ്പ് തന്നെയോ ആ ജീവാത്മാവ് ബ്രഹ്മപദമായ സത്യലോകത്ത് എത്തുന്നു. ആസ്ഥിതോഥ മഹരാലയേ യഥാ ശേഷവക്ത്രദഹനോഷ്മണാർദ്യതേ ഈയതേ ഭവതുപാശ്രയസ്തദാ വേദസപദമദ പുരൈവ. തത്ര വാ തവ പദേ തവാവസൻ പ്രാകൃതപ്രളയേതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാഭിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. 4-ാം ദശകത്തിലെ 13-ാമത്തെ ശ്ലോകമാണിത്. പിന്നീട്
ബ്രഹ്മലോകത്തിൽ തന്നെയോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ വസിച്ച് പ്രാകൃത പ്രളയം ഉണ്ടാകുമ്പോൾ ഈ ജീവാത്മാവിന് മുക്തിയെ പ്രാപിക്കാൻ കഴിയും. മറ്റൊരു തരത്തിലാണെങ്കിൽ പ്രാകൃത പ്രളയത്തിന് മുമ്പ് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ഓജസ് കൊണ്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്ന് മുക്തി നേടുകയും ചെയ്യാം. ഇത് ചെറിയ ഒരു വിവരണമാണ്. ജീവാത്മാവ്, ക്രമമുക്തി, പ്രളയം ഇവയെക്കുറിച്ചെല്ലാം വിശദമായി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഇവിടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനും വളരെ പ്രയാസമാണ്, ഒരുപാട് നീണ്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് അതിലൊരു രത്ന ചുരുക്കം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. തത്ര തവ പദേ തവാവസന് പ്രാകൃത പ്രളയ ഏതി മുക്തതാം സ്വേച്ഛയാ ഖലു പുരാവിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. തസ്യ ച ക്ഷിതിപയോ മഹോനില ദ്യോമഹത് പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മഗതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. 4-ാം ദശകത്തിലെ 14-ാമത്തെ ശ്ലോകമാണിത്. തൻ്റെ ഓജസ്സുകൊണ്ട് ബ്രഹ്മാണ്ടം ഭേദിച്ച് മുക്തി നേടാമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ. ഇവിടെ ബ്രഹ്മാണ്ട ഭേദനം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് വിവരിക്കുന്നത്. അല്ലയോ സർവശക്തനായ ഭഗവാനെ, ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഭൂമി, ജലം, തേജസ്, വായു, ആകാശം, മഹത്തത്വം, മൂലപ്രകൃതി എന്നീ 7 ആവരണങ്ങളെ അതാതിൻ്റെ രൂപത്തോടുകൂടി പ്രവേശിക്കുന്നവനായി ആനന്ദം അനുഭവിച്ചുകൊണ്ട് ആവരണമില്ലാത്ത നിന്തിരുവടിയുടെ പദത്തെ പ്രാപിക്കുന്നു. തസ്യ ച ക്ഷിതിപയോ മഹോനില വ്യോമഹത് പ്രകൃതി സപ്തകാവൃതിഃ തത്തദാത്മഗതയാ വിശൻ സുഖി യാതി തേ പദമനാവൃതം വിഭോ. അർച്ചിരാദിഗതിമീദൃശീം പ്രജൻ വിച്യുതിം ന ഭജതേ ജഗത്പതേ സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. 4-ാം ദശകത്തിലെ 15-ാമത്തെ ശ്ലോകമാണ് ഇത്. ഈ 4-ാമത്തെ ദശകത്തിൽ 15 ശ്ലോകങ്ങളുണ്ട്. കാരണം ഇത് ഒരുപാട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു ദശകമാണ്. നമുക്ക് മനസ്സിലാക്കാനും വളരെ വിഷമമുള്ള ഓരോ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അഷ്ടാംഗ യോഗം കൊണ്ട് നേടാവുന്ന പരമപദത്തെയും അതിലെത്താനുള്ള ഭിന്ന മാർഗങ്ങളെയും ആണ് ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ചത്. അഷ്ടാംഗ യോഗം എന്നത് ദീർഘമായ ഒരു അനുഷ്ഠാന പദ്ധതിയാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ അനുഷ്ഠാനങ്ങളിലൂടെ അവസാനം മോക്ഷം ലഭിക്കുന്നതാണ്. ഇവിടെ ഭട്ടതിരി പറയുന്നത് ഭഗവാന്റെ ഗുണങ്ങൾ ഉച്ചരിക്കുന്നത്,
ഭഗവാനെ സ്തുതിക്കുന്നത്, പൂജിക്കുന്നത്, ഇവയെല്ലാം തന്നെ ഈ അഷ്ടാംഗ യോഗത്തേക്കാൾ മുക്തി നേടാൻ ഫലപ്രദമാണ് എന്നാണ്. അല്ലയോ ജഗത്പതിയായ ഗുരുവായൂരപ്പ, ഇപ്രകാരമുള്ള അർച്ചിരാതി മാർഗത്തിലൂടെയുള്ള ഊർധ്വലോകപ്രാപ്തിയെ ഗമിക്കുന്നവൻ പുനർജന്മത്തെ അനുഭവിക്കുന്നില്ല. പുനർജന്മം അവർക്കുണ്ടാവുന്നില്ല. അല്ലയോ സത്യസ്വരൂപിയും ജ്ഞാനരൂപിയുമായ ഗുരുവായൂരപ്പ, നിന്തിരുവടിയിലെ ഉത്കൃഷ്ട ഗുണഗണങ്ങളെ ഉറക്കെ സ്തുതിക്കുന്ന എന്നെ രക്ഷിക്കണമേ, എനിക്ക് രോഗശമനം നൽകണമേ. അർച്ചിരാതിഗതിമീദൃശിം വ്രജന് വിച്യുതേ വിച്യുതിം ന ഭജതേ ജഗത്പദേ. സച്ചിദാത്മക ഭവദ്ഗുണോദയാൻ ഉച്ചരന്തമനിലേശ പാഹി മാം. കൃഷ്ണ ഗുരുവായൂരപ്പ.